കൺമഷി. सुगम्य भारत, सशक्त भारत. कि स्वयं में विश्वास और उस विश्वास के साथ सकारात्मक रवैया रखना और इसको जीवन को चुनौती के रूप में आगे लेना. और आप में से बहुत ऐसे हैं जिन्होंने ये जीवन स्वयं इस शैली से आगे बढ़ाया ही है और अपने अन्य साथियों को भी प्रेरणा दी है. मैं तो केवल इतना कहूंगा कि मेरे लिए आज मेरा अपना ज्ञान और शिक्षा और चेतना बढ़ाने का भी यह अवसर है. और निश्चित रूप से जब हम लोग सार्वजनिक और राजनीतिक जीवन में नीतियों का निर्माण करते हैं तो ये एक बड़ी इनपुट हमारे सोच और सोचने की प्रक्रिया में रहे, ये अति आवश्यक है. आखिर में मैं रॉबर्ट हेंसल के शब्द दोहराना चाहता हूं. मैं विकलांग हूं, ये सही है, लेकिन इसका मतलब सिर्फ ये है कि मुझे आगे बढ़ने के लिए आपसे थोड़ा अलग रास्ता लेना पड़ेगा. आइए हम सब मिलकर ये आगे बढ़ने का रास्ता प्रशस्त बनाएं. धन्यवाद. नमन उन विकलांगजनों को जिन्होंने समय को, स्वयं को लांघकर जज्बे की मिसाल कायम की है, और उन व्यक्तियों, संस्थाओं को जो विकलांगजनों की जिंदगियों में नया बदलाव लाने में सफल रहे हैं. अपनी आकांक्षाओं, आशाओं की नई परिभाषाओं को गढ़ने वाले कामयाबी के इन शिखरों को आज पुरस्कृत किया जाएगा. हमारी माननीय श्री अरुण जेटली जी से विनम्र विनती है कि कृपया अपने कर कमलों द्वारा ये राष्ट्रीय पुरस्कार प्रदान करें. माननीय, कृपया इसके लिए मंच के सामने आने की कृपा करें. सर्वश्रेष्ठ विकलांग कर्मचारी दृष्टिबाधित पुरुष राष्ट्रीय पुरस्कार मिलता है श्री शैलेंद्र कुमार सोनकर को, जो कि डिप्टी कमिश्नर हैं, आयुक्त विकलांगजन न्यायालय उत्तर प्रदेश लखनऊ. इन्होंने स्वयं दृष्टिबाधित होते हुए भी विकलांगजनों के कल्याणकारी कार्यों में लगकर बेहतरीन कर्मचारी होने का परिचय दिया. आप इंग्लिश के लेक्चरर भी रहे तथा आपने विकलांगजनों के 17,000 केसेस निपटाए हैं. सर्वश्रेष्ठ कर्मचारी चलन विकलांगता महिला सुश्री थसीन ताज. अपनी शारीरिक विकलांगता को बाधा न मानते हुए आप बीपीओ की एक समर्पित स्टार परफॉर्मर हैं. लक्ष्य हासिल करने के लिए अपनी टीम का नेतृत्व भी सूझबूझ से करती हैं. सर्वश्रेष्ठ स्वनियोजित विकलांग व्यक्ति मानसिक मंदता महिला सुश्री मनीषा सुसान फिलिप, पठानमथिट्टा केरला. खुद कौशल विकास कर दूसरों का मार्ग प्रशस्त कर मनीषा ने विकलांगता की तमाम पुरानी परिभाषाओं को झुठलाकर नई मंजिलों को पाने के लिए सबको प्रेरित किया है. ജന്മന മാനസിക വെല്ലുവിളി നേരിടുന്ന പെൺകുട്ടിയാണ് മനീഷ. ബുദ്ധിവളർച്ച കുറവുള്ള കുട്ടികൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കെത്താതെ 4 ചുവരുകളുടെ ചതുരക്കൂടിൽ ഒതുങ്ങിപ്പോകുന്ന കാഴ്ചകൾ ഏറെയുണ്ട് നമുക്ക് ചുറ്റും. എന്നാൽ ഭിന്നശേഷിയെ കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും കൊണ്ട് തോൽപ്പിച്ച് സമൂഹത്തിന് മാതൃകയായി തീർന്ന മനീഷ സൂസൻ ഇന്ന് ലോക പ്രശസ്തയാണ്. ഭിന്നശേഷിയുള്ളവരിലെ ക്രിയാത്മക പ്രതിഭകൾക്കുള്ള കേന്ദ്ര സാമൂഹിക നീതി വകുപ്പ് നൽകുന്ന ദേശീയ പുരസ്കാരം നേടിയതാണ് മനീഷയെ പ്രശസ്തയാക്കിയത്.
നിന്ന് പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചത്തിലേക്കുള്ള മനീഷയുടെ ജീവിതയാത്രയുടെ നേർക്കാഴ്ചയാണിത്. പത്തനംതിട്ടയിലേക്ക് പോകുന്ന വഴി കോഴഞ്ചേരി പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന ചെറുകോൽപ്പുഴ ഗ്രാമം. ഈ പമ്പാ നദീ മണൽപ്പുറത്താണ് പ്രശസ്തമായ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം നടക്കുന്നത്. കോഴഞ്ചേരി പാലത്തിനടിയിലൂടെ ഒഴുകുന്ന ഈ പമ്പാ നദീ മണൽപ്പുറത്ത് മറ്റൊരു മഹാസമ്മേളനം എല്ലാ വർഷവും അരങ്ങേറും. മാരാമൺ കൺവെൻഷൻ. ഭക്തിസാന്ദ്രമായ ഈ പ്രദേശങ്ങളിലൂടെ കടന്നു ചെന്നാൽ ദേശീയ അവാർഡ് ജേതാവ് മനീഷ സൂസന്റെ ഭവനത്തിൽ ചെന്നെത്താം. നമസ്തേ. ഇത് മനീഷ സൂസൻ ഫിലിപ്പ്. ഇതെൻ്റെ അപ്പയാണ്, അപ്പയും അമ്മയാണ്. ഫിലിപ്പം സൈമൺ, ലളിത ഫിലിപ്പ്. അമ്മ ടീച്ചറാണ്. ഈ അവാർഡെല്ലാം എനിക്ക് കിട്ടാൻ കാരണം അമ്മയും അപ്പയുമാണ്. എൻ്റെ ആങ്ങളെയും കഷ്ടപ്പെട്ടു. രാജ്യത്തെ ഭിന്നശേഷിയുള്ളവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല തൊഴിൽ സംരംഭത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ വനിത. ഇരുട്ടുമുറികളിലെ ജനലഴിക്കുള്ളിൽ തളയ്ക്കപ്പെടേണ്ടിയിരുന്ന മനീഷ എന്ന ഭിന്നശേഷിയുള്ള കുട്ടി ഇന്ന് ശാരീരികമായും മാനസികമായും വളർച്ച പ്രാപിക്കുകയും സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറുകയും ചെയ്തെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മാതാപിതാക്കൾക്ക് മാത്രം. ഈ കിട്ടുന്ന അവാർഡുകളെല്ലാം അവൾക്ക് കിട്ടിയതാണ്. ഏറ്റവും ഒടുവിലായി കിട്ടിയ അവാർഡ് ദേശീയ അവാർഡാണ്. ഭിന്നശേഷിയുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ മാനസിക വെല്ലുവിളികൾ നടത്തുന്ന ആൾക്കാർ നടത്തുന്ന സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്വയം തൊഴിൽ സംരംഭക എന്ന അവാർഡാണ് അവസാനമായി ലഭിച്ചത്. അവാർഡ് ലഭിച്ചതിന് ശേഷം ഈ അവാർഡിനോടനുബന്ധിച്ച് ധാരാളം സ്വീകരണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എൻ്റെ മകൾക്ക് ലഭിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അവാർഡ് ഈ കൂട്ടത്തിൽ അവൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഭിന്നശേഷിയുള്ളവരുടെ കൂട്ടത്തിൽ ശരിയായി പരിശീലനം നൽകിയാൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഇവരെയും കൊണ്ടെത്തിക്കാമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് എൻ്റെ മകൾ. ഓരോ വ്യക്തിക്കും വരുമാനമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ അംഗീകാരത്തിൻ്റെ ഏറ്റവും വലിയ മാനദണ്ഡം എന്നുള്ള നിലയിൽ ഭിന്നശേഷിയുള്ള കുട്ടികളെ വരുമാനമുള്ളവരാക്കി തീർക്കുവാനുള്ള ഒരു ശ്രമം ബോധപൂർവമായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നോ ഫലപ്രദമായ രീതിയിൽ നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ശരിയായ പരിശീലനം നൽകിയാൽ ഇക്കൂട്ടരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും സമൂഹത്തിൽ മറ്റുള്ളവരോടൊപ്പം തന്നെ ജീവിക്കുവാൻ സാധിക്കുന്ന രീതിയിലാക്കി തീർക്കുവാനും കഴിയും എന്നുള്ളതിന് ഇന്നൊട്ടേറെ തെളിവുകളുണ്ട്. മനീഷ അങ്ങനെയുള്ള ഒരു കുട്ടിയാണ്. അടി മേടിക്കണേ, നിന്നെ ഞങ്ങൾ കറി വെച്ച് കൂട്ടും കേട്ടോ. മലയാളക്കാണ്. ഇപ്പോൾ അവൾ സമൂഹത്തിലെ ബാക്കിയുള്ള കുട്ടികളുടെ കൂട്ടൊക്കെ തന്നെ ഇരിക്കുന്നെങ്കിലും അവളുടെ ജീവിതത്തിൽ, അതായത് ജനനം മുതൽ അവൾ മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തയായിരുന്നു. നോർമൽ ഡെലിവറി അല്ലായിരുന്നു, സിസേറിയനായിരുന്നു. അപ്പോൾ ആ കുട്ടി കരയാൻ താമസിച്ചെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്.
4 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ തന്നെ വളരെ തിന്നായിരുന്നു, വെയിറ്റ് കുറവായിരുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു നല്ല ശ്രദ്ധിച്ചാൽ ഒരു പക്ഷെങ്കിൽ നോർമലായിരിക്കും, സാധാരണഗതിയിൽ അത്ര നോർമലാകാൻ സാധ്യതയില്ല എന്ന് എന്നോട് പറഞ്ഞില്ല, എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. പക്ഷേ അതൊന്നും ഞങ്ങളെ തളർത്തിയില്ല. ദൈവം തന്ന കുട്ടി, അവളെ നന്നായി വളർത്തുക, നോക്കുക എന്നുള്ള ആ ഒരു വിധത്തിൽ ഞങ്ങളാൽ കഴിയുന്ന എല്ലാ ശ്രദ്ധയും ചികിത്സയും കൊടുത്താണ് അവളെ സംരക്ഷിച്ചു വന്നിരുന്നത്. പക്ഷേ ഒരു 2 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അവൾ നടക്കാൻ തുടങ്ങിയത്. എല്ലാ ഡെവലപ്മെൻറ്റ്സും വളരെ സ്ലോ ആയിരുന്നു. 8 മാസമായിട്ടും അവൾ കമിഴ്ന്നു വീണില്ല. സംസാരിക്കാൻ തുടങ്ങിയത് തന്നെ വളരെ താമസിച്ചാണ്, നടന്നത് വളരെ താമസിച്ചാണ്. അതുകൊണ്ട് നിരന്തരമായി നമ്മൾ ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചിരുന്നെങ്കിലും ആരുടെയും ഭാഗത്തുനിന്ന് വലിയൊരു 100% അല്ലെങ്കിൽ ഒരു 80% ബെറ്റർ ആവും എന്നൊരു സാധ്യത പോലും അവരുടെ കയ്യിലില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ തളരാതെ ദൈവസന്നിധിയിൽ അവളെ സമർപ്പിച്ചു. ഞങ്ങളോട് കൗൺസിലിങ്ങിന് ചെന്നപ്പോൾ പിതാവ് പറഞ്ഞത്, എല്ലാ മക്കളെയും നമ്മളുടെ കാര്യത്തിന് വേണ്ടി, അതായത് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ തൊട്ടേ മാതാപിതാക്കളുടെ ലക്ഷ്യം അവരെ എഞ്ചിനീയറാക്കണം, ഡോക്ടറാക്കണം, ആ വിധത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരണം. പക്ഷേ ഈ കുട്ടിയെ ദൈവം നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തിനാണ്. അതുകൊണ്ട് ആ കുട്ടിയെ ദൈവത്തിന് വേണ്ടി വളർത്തുക. അങ്ങനെ അവളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും ഞങ്ങൾ അവളെ ഏറ്റുവാങ്ങി അന്ന് തൊട്ട് അവളെ വളർത്താൻ തുടങ്ങി. ട്രിവാൻഡ്രം ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ഡോക്ടർ ആനന്ദം പറഞ്ഞു, ഈ കുട്ടിക്ക് ഉണ്ടായ സമയത്ത് കരയാൻ താമസമില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അവളുടെ ബ്രെയിനിൻ്റെ വളർച്ചയ്ക്ക് ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അവളെ അവളുടേതായ രീതിയിൽ നിങ്ങളങ്ങ് വിടുക. എല്ലാ കാര്യങ്ങളും അവളെ ഹേമിക്കേണ്ട, ഒരു കാര്യത്തിനും അവളെ ഹേമിക്കേണ്ട. അതുപോലെ തന്നെ അവൾക്ക് പ്രയാസം ഉണ്ടാകുന്ന ഒരു സാഹചര്യവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് ഒരു മരണ വീട്ടിലുള്ള കൊണ്ടുപോകാതിരിക്കുക. ആരെങ്കിലും മരിച്ചെന്ന് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അവൾ അസുഖമാകും, പിന്നെ അവൾ എഴുന്നേറ്റ് നടക്കത്തില്ല, അവളെ തളർന്നു പോകും. അപ്പം അങ്ങനെ ദുഃഖകരമായ വിഷയങ്ങളിൽ നിന്ന് അവളെ മാറ്റി നിർത്തുക. മാത്രമല്ല അന്നൊക്കെ അവളെ കണ്ടാൽ അവൾ അത്ര നോർമലരായ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുമായിരുന്നു. അതുകൊണ്ട് സമൂഹത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും മാനസികമായി തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം അന്നത്തെ ഒരു സമൂഹം, ഇപ്പോൾ അവൾക്ക് 31 വയസ്സുണ്ട്, അന്നത്തെ ഒരു കാലത്ത് ഇങ്ങനെ ഒരു കുട്ടി സമൂഹത്തിലൊരു അല്ലെങ്കിൽ കുടുംബത്തിലൊരു അപശകനമായി കരുതിയിരുന്ന നല്ലൊരു പങ്ക് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല ഫംഗ്ഷനിൽ, ഉദാഹരണത്തിന് വിവാഹാലോചന നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിവാഹ നിശ്ചയം നടക്കുന്ന സമയത്ത്, അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഈ കുട്ടിയെ കഴിവതും പ്രസൻറ്റ് ചെയ്യാതിരിക്കരുതോ എന്ന് നമ്മളോട് വളരെ അടുത്തുള്ളവർ പോലും നേരിട്ടല്ലെങ്കിലും വളരെ രഹസ്യമായി ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളുടെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും ഞങ്ങൾ തളർന്നില്ല. കുടുംബമായി ഞങ്ങളെല്ലാവരും അവൾക്ക് മുഴുവൻ സപ്പോർട്ടും കൊടുത്ത് അവളെ എത്രയും മുന്നോട്ട് കൊണ്ടുവരാമോ ആ രീതിയിലെല്ലാം അവൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്ത്, എവിടെയൊക്കെ അന്നത്തെ കാലത്ത് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ല, എവിടെയെങ്കിലും ട്രീറ്റ്മെൻറ്റ് കിട്ടുമെങ്കിൽ അവിടെയൊക്കെ കൊണ്ടുപോയി അവളെ സാധാരണ ഒരു കുട്ടിയാക്കാൻ നമ്മളാൽ കഴിയുന്നത് ചെയ്യാൻ ഞങ്ങൾ ചെയ്തിരുന്നു. അങ്ങനെ ക്രമേണ അവൾ ഡെവലപ്പായി. 6ാം ക്ലാസ് വരെ ഞാൻ എൻ്റെ സ്കൂളിൽ തന്നെ കൊണ്ടുപോയി അവളെ പഠിപ്പിച്ചു. ഇത്ര ദൂരെ അവളെയും കൊണ്ട് രാവിലെ പോകുന്നതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബസ്സും സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ശരിക്കും വളരെ പാടുപെട്ടിട്ടുണ്ട്. ഒരുപാട് സമയങ്ങൾ കണ്ണു നിറഞ്ഞു ഒഴുകിയിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും തളരാതെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട്, നീ തന്ന കുട്ടിയെ ഞാൻ നിനക്ക് വേണ്ടി വളർത്തുന്നു, അതുകൊണ്ട് നിൻ്റെ കൈത്താങ്ങൽ എനിക്ക് തരണേ, എന്നെ ശക്തിപ്പെടുത്തണേ, തളർത്തരുതേ എന്ന് പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവകൃപയാൽ അവൾക്ക് കടമാൻകുളത്ത് ഒരു സ്കൂൾ തുറന്ന്, ബഥനി ശാന്തി ഭവൻ എന്ന് പറഞ്ഞാൽ ബഥനി സിസ്റ്റേഴ്സ് ആരംഭിച്ച ഒരു സ്കൂള്. അവിടെ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായിരുന്നു ആ സ്കൂള്. ഇതുപോലുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രം തുടങ്ങിയൊരു സ്കൂളാണ്. അവിടുത്തെ ഫസ്റ്റ് ബാച്ചിൽ അവൾക്ക് അഡ്മിഷൻ കിട്ടി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യത്തിൻ്റെ ഒന്നാമത്തെ അടയാളം. പത്തു വർഷം മനീഷ പഠിച്ച പത്തനംതിട്ട കടമാംകുളത്തുള്ള മാർ ഗ്രിഗോറിയോസ് മെമ്മോറിയൽ ബഥനി ശാന്തിഭവൻ സ്പെഷ്യൽ സ്കൂളാണിത്. പത്തു വർഷത്തെ ഈ സ്കൂളിലെ പഠനം മനീഷയുടെ വൈകല്യത്തെ 70% മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞത് ഈ സ്കൂൾ അധികൃതരുടെ വലിയ നേട്ടമായി. മാതാപിതാക്കളുടെ കരുതലും സിസ്റ്റേഴ്സിന്റെ അർപ്പണബോധവും ഒത്തുചേർന്നപ്പോൾ മനീഷ സ്വന്തം കാലിൽ നിൽക്കുവാൻ പ്രാപ്തയായി. ഒരു കുടുംബത്തിന്റെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും വാതിൽ തുറക്കപ്പെടുകയായിരുന്നു.
മനീഷ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ സ്ഥാപനത്തിൽ താമസിച്ച് ഇവൾക്കുള്ള ട്രെയിനിങ് നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ കുഞ്ഞ് ഇവിടെ വരുമ്പോൾ 1999 ഇവിടുത്തെ 2ാമത്തെ കുട്ടിയായിട്ട് അല്ലെങ്കിൽ സ്റ്റുഡൻ്റായിട്ടാണ് അവളിവിടെ വരിക. ഇവിടെ വരുമ്പോൾ അവൾക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കില്ലായിരുന്നു. കാരണം അവളുടെ ഡെയിലി ലിവിങ് സ്കിൽസോ അല്ലെങ്കിൽ അവളുടെ സ്വന്തം ഡ്രസ്സ് ചെയ്യാനോ ഈ കാര്യങ്ങളൊന്നും, അതുപോലെ തന്നെ ഒരിടത്ത് അല്പനേരം ശ്രദ്ധിച്ചിരിക്കുവാനോ ഒന്നും അവൾക്ക് സാധിക്കില്ലായിരുന്നു. നമ്മുടെ നിരന്തരമായ ട്രെയിനിങ് വഴിയായിട്ടാണ് ഇവളുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ഇവൾ ചെയ്യുവാനായിട്ട് പ്രാപ്തയായത്. പല്ല് തേക്കുക, അതുപോലെ തന്നെ ഡ്രസ്സ് ഇടുക, അതുപോലെ തന്നെ നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി പറയുക, ഒരിടത്ത് അല്പനേരം നിൽക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവളെ കൊണ്ട് ചെയ്യിച്ച് അതോടൊപ്പം തന്നെ ഇവൾക്ക് അവളുടേതായ സ്കില്ല്, പാട്ടുപാടാനൊരു ചെറിയ സ്കില്ലുണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടുപിടിച്ച് അതോടൊപ്പം അതിനും ചെറിയ ട്രെയിനിങ് നമ്മൾ ഇവൾക്ക് നൽകി കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം വൊക്കേഷണൽ ഇവിടെ നമുക്ക് മുയൽ വളർത്തുന്നുണ്ടായിരുന്നു, കോഴി ഫാം, അതുപോലെയുള്ള ട്രെയിനിങ്ങുകൾ, മെഴുകുതിരി ഉണ്ടാക്കുക, സോപ്പ്, ലോഷൻ, അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിലുള്ള ട്രെയിനിങ്ങാണ് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലാണ് നമ്മൾ മനീഷയ്ക്കും ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവളുടെ സ്ഥിതി വന്നതിൽ നിന്ന് വളരെ മെച്ചമായിട്ട് അവൾക്ക് തന്നെത്താനെ അവളുടെ കാര്യങ്ങൾ ചെയ്യുവാനും സമൂഹത്തിൻ്റെ മുന്നോട്ട് ഇറങ്ങി ചെല്ലുവാനും മറ്റുള്ളവരോട് ഇടപെടുവാനും അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവൾക്ക് ഫോളോ ചെയ്യുവാനും ഒക്കെ ആയിട്ട് അവൾക്ക് സാധിക്കുന്നുണ്ട്. ഇങ്ങനെയൊരു കുട്ടി ഞങ്ങൾക്കുണ്ടായപ്പോൾ സാധാരണ രക്ഷകർത്താക്കൾക്കുണ്ടാകുന്ന ഒരു വൈഷമ്യം ഞങ്ങൾക്ക് തോന്നിയില്ല. അത് പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ വിശുദ്ധ ബൈബിളിൽ ഒരു വാക്യമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് ജന്മനാ അന്ധനായ ഒരാളെ കൊണ്ട് മുമ്പിൽ നിർത്തിയിട്ട് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഇവനാകാൻ കാരണഭൂതർ ആരൊക്കെയാണ്? ഇവൻ്റെ കുറ്റം കൊണ്ടാണോ, ഇവൻ്റെ അമ്മയപ്പന്മാരുടെ കുറ്റം കൊണ്ടാണോ, അതോ പരമ്പരാഗതമായി ഇവരുടെ പൂർവികരുടെ കുറ്റം കൊണ്ടാണോ ഉണ്ടായത് എന്നൊരു ചോദ്യം കർത്താവിനോട് ചോദിക്കുന്നു. അപ്പോൾ അതിൻ്റെ മറുപടി, ഇവനിങ്ങനെ ജന്മനാ അന്ധനായത് ഇവൻ്റെ കുറ്റം കൊണ്ടോ ഇവൻ്റെ അമ്മയപ്പന്മാരുടെ കുറ്റം കൊണ്ടോ അല്ല. ദൈവഹിതം ഭൂമിയിൽ നിറവേറുന്നത് മറ്റുള്ളവർക്ക് സാക്ഷ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു കുട്ടിക്ക് ജന്മം ഉണ്ടായത് എന്ന് കർത്താവ് മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ കൂടി പോയ ഒരു കാര്യം, ഒരുപക്ഷെ ഈ കുട്ടിയെ ഞങ്ങൾക്കായിരുന്നില്ല ദൈവം തരുന്നത് എങ്കിൽ ഈ കുട്ടിയെ വേറൊരു രക്ഷകർത്താവിന് ലഭിക്കുമായിരുന്നു. അപ്പോൾ ഈ കുട്ടിയെ ഞങ്ങൾക്ക് ലഭിച്ചത് ഇവക്ക് ലഭിക്കേണ്ടുന്ന ഏറ്റവും കൂടുതൽ സ്നേഹവും കരുതലും നൽകുവാൻ കഴിവുള്ളവർ ഞങ്ങളാണ് എന്ന് ദൈവത്തിന് തോന്നിയത് കൊണ്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം, ഇത് രക്ഷകർത്താക്കളെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. അവളുടെ ജന്മം എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു കാര്യമായതുകൊണ്ട് അവളുടെ ആ സാഹചര്യത്തിൽ അവളെ പോറ്റി പരിപാലിക്കേണ്ട മുഴുവൻ ഉത്തരവാദിത്വവും എടുക്കാൻ കഴിയുന്ന ഒരു രക്ഷകർത്താവ്, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രക്ഷകർത്താക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തി എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. മാനസിക വെല്ലുവിളി നേരിടുന്ന തൻ്റെ മകൾ മനീഷയെക്കുറിച്ച് പിതാവ് ഫിലിപ്പ് സൈമണിന് ശുഭപ്രതീക്ഷയുണ്ടായിരുന്നു. സ്പെഷ്യൽ സ്കൂൾ വിദ്യാഭ്യാസം മകളുടെ ജീവിതത്തെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്നതിൽ ഒരു പരിധിവരെ സഹായിച്ചെങ്കിലും അവൾക്കിനിയും മുന്നേറാൻ കഴിയുമെന്ന് ആ പിതാവിന് ഉറപ്പുണ്ടായിരുന്നു. മെഴുകുതിരി നിർമ്മാണം, സോപ്പ് നിർമ്മാണം, ഫ്ലവർ മേക്കിംഗ്, പെയിന്റിംഗ് തുടങ്ങിയ തൊഴിലുകളാണ് ഇത്തരം കുട്ടികളെ സാധാരണ അഭ്യസിപ്പിക്കാറ്.
ക്രിയാത്മകമായ ഏതെങ്കിലും തൊഴിൽ സംരംഭം കണ്ടെത്താനായിരുന്നു ഫിലിപ്പിന്റെ ശ്രമം. മകളെയും കൂട്ടി പത്തനംതിട്ട തെള്ളിയൂരിലെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര വഴിത്തിരിവായി മാറി. പത്തനംതിട്ട ജില്ലയുടെ കൃഷി വിജ്ഞാന കേന്ദ്രമാണ് മർത്തോമാ സഭയുടെ ക്രിസ്ത്യൻ ഏജൻസി ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ICR കൃഷി വിജ്ഞാന കേന്ദ്ര. 95 മുതൽ കൃഷി വിജ്ഞാന കേന്ദ്ര ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. കൃഷി വിജ്ഞാന കേന്ദ്ര ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ നേതൃത്വത്തിൽ ജില്ലയിലെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ്. ഇന്ന് ഭാരതത്തിൽ ഏകദേശം 640-ലധികം കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ ജില്ലകളിൽ പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ നമ്മുടെ കേരളത്തിൽ 14 ജില്ലയിലും കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ പ്രവർത്തിച്ച് വരുന്നുണ്ട്. കൃഷി വിജ്ഞാന കേന്ദ്രയുടെ പ്രധാന ദൗത്യം അതൊരു ലൈറ്റ് ഹൗസായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നൂതന സാങ്കേതിക വിദ്യകൾ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്ന് കർഷകരിലേക്ക് എത്താൻ ഉള്ള ഒരു ബ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു പാലമായിട്ട് പ്രവർത്തിക്കുക എന്നൊരു ലക്ഷ്യമാണുള്ളത്. ഇതിനാവശ്യമായിട്ടുള്ള പരിശീലനങ്ങളും നൂതന രീതിയിലുള്ള പരിശീലനങ്ങളും അതിന് പ്രദർശന തോട്ടങ്ങളൊക്കെ കൃഷി വിജ്ഞാന കേന്ദ്ര ഓരോ വർഷത്തെ പ്രോഗ്രാമിൽ ഒരുക്കി വരുന്നുണ്ട്. അപ്പം ജില്ലയിലെ കർഷകർക്ക് പ്രാദേശികമായിട്ട് അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതിൽ ഇന്ന് നമ്മുടെ ഈ ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കർഷകരും അതുപോലെ തന്നെ യുവാക്കളും അതുപോലെ സ്കൂൾ കുട്ടികളുമൊക്കെയാണ് KVKയുടെ പ്രധാന ഒരു ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പരിശീലനങ്ങളിലൊക്കെ വരുന്നത്. എന്നാൽ ഭിന്നശേഷിയുള്ള കുട്ടികൾ അവർക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ഒന്നും പ്രത്യേകിച്ച് KVKയുടെ ഒരു എക്സ്പെർട്ടൈസ് ഇല്ലാത്തതിനാൽ നമുക്ക് നടത്താൻ ഒരു സാധ്യത ഇല്ലാത്ത സാഹചര്യമായിരുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മനീഷ സൂസൻ ഫിലിപ്പ്, ഒരു ഭിന്നശേഷിയുള്ള കുട്ടി, അതായത് ശ്രീ ഫിലിപ്പ് സൈമൻ്റെയും ലളിത സൈമൻ്റെയും ഈ കുട്ടി കൃഷി വിജ്ഞാന കേന്ദ്രവുമായിട്ട് ബന്ധപ്പെടുന്നതും മുയൽ കൃഷിയിൽ ഒരു പരിശീലനം മാതാപിതാക്കളിലൂടെ ആ കുട്ടികൾക്ക് നൽകുകയും കൃഷി വിജ്ഞാന കേന്ദ്രം ചെയ്തു വന്നു. മനീഷയെ എനിക്ക് 2013 മുതലാണ് പരിചയം ഉള്ളത്. മനീഷയുടെ പേരൻസും മനീഷയും കൂടി ഒരു ദിവസം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വരികയും ഞങ്ങളോട് കൃഷിയും അനുബന്ധ മേഖലയിലും ഒരു ട്രെയിനിങ് മനീഷയ്ക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ആവശ്യം കൊണ്ടായിരുന്നു അവർ വന്നിരുന്നത് ഇവിടെ. ഞങ്ങൾ ഇത്രയും നാളിനോടെ ഞങ്ങൾ ആദ്യമായി ഇങ്ങനെ ഒരു ട്രെയിനിങ്ങിന് നമ്മൾ മുതിർന്നിട്ടില്ല. അന്നേരം ഞങ്ങൾ ഒരു ട്രയൽ റണ്ണ് പോലെ ഞങ്ങൾ എല്ലാ ഫാമിൽ കൂടെയൊക്കെ നടത്തുകയും മനീഷയുടെ ഇൻട്രസ്റ്റ് ഞങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി പല യൂണിറ്റുകളും ഒന്ന് സന്ദർശിച്ചു. മുയൽ യൂണിറ്റ് നോക്കി, ആടിൻ്റെ യൂണിറ്റ് നോക്കി, കോഴിയുടെ യൂണിറ്റ് നോക്കി. എന്നാലും മനീഷയ്ക്ക് ഒരു മുയലിനോടൊരു താല്പര്യം പ്രകടിപ്പിക്കുകയും മുയലിനൊരു സ്വയമേ ഒരു ഓമനത്വം ഉള്ളൊരു മൃഗമായതിൻ്റെ പേരിൽ തന്നെ അതായിരിക്കാം ഒരു പക്ഷേ കാരണം മനീഷയ്ക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നുകയും ഞങ്ങൾ മനീഷയ്ക്ക് ഒരു മുയൽ വളർത്തലിലൊരു ട്രെയിനിങ് നൽകാം എന്ന് തന്നെ ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ട്രെയിനിങ്ങിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾക്ക് ആദ്യമേ മനസ്സിലാക്കാൻ സാധിച്ചത് മനീഷയെ മാത്രം ട്രെയിൻ ചെയ്തിട്ട് കാര്യമില്ല. ഈ ഫീൽഡിൽ ഒരു ഭിന്നശേഷി ഉള്ള ഒരു കുട്ടി എന്ന നിലയിൽ മനീഷയെ മാത്രമല്ല, എന്നാൽ മനീഷയുടെ പേരൻസിനെ കൂടെ ഉൾപ്പെടുത്തി ഒരു ട്രെയിനിങ് ഷെഡ്യൂൾ തന്നെ ഞങ്ങളത് വർക്കൗട്ട് ചെയ്തു. സാധാരണ ആൾക്കാരോടൊപ്പം തന്നെ ഇവരുടെ പേരൻസിന് വേണ്ടി നമ്മൾ ട്രെയിനിങ് 2014 ജാനുവരി മാസം നടത്തി. അതിനുശേഷമാണ് ഇവർക്ക് ഒരു ഫാം സെറ്റ് ചെയ്യാനായിട്ടുള്ള തീരുമാനം ഞങ്ങൾ എടുത്തത്. അപ്പനും മകളും KVKയിലെത്തുമ്പോൾ അവിടെ കാർഷിക പ്രദർശനം നടക്കുകയാണ്. ജീവജാലങ്ങളുടെ വൈവിധ്യം, വെള്ളാരം കണ്ണുകളും പഞ്ഞിക്കെട്ട് പോലെ മൃദുവായ ശരീരവുമുള്ള മുയലുകളിലായിരുന്നു മനീഷയുടെ ശ്രദ്ധ. മകളുടെ കൗതുകം നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി ഫിലിപ്പ് തീരുമാനിച്ചു, മനീഷയ്ക്കും വേണം കുറെ മുയലുകൾ കൂട്ടുകാരായി. മുയൽ വളർത്തൽ
ഒരു സംരംഭമാക്കുക എന്നതിനേക്കാൾ മനീഷയുടെ ജീവിതം അതിലൂടെ ആഹ്ലാദകരമാക്കുകയായിരുന്നു ലക്ഷ്യം. കൃഷി വിജ്ഞാന കേന്ദ്ര അധികൃതരാകട്ടെ എന്ത് സഹായം ചെയ്യുവാനും തയ്യാർ. ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചു. പേരൻസിന് ട്രെയിനിങ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മനീഷയെ ട്രെയിൻ ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചു. പല റിപ്പിറ്റേറ്റീവായിട്ടുള്ള ആക്ഷൻസ് മാത്രമേ ഇങ്ങനത്തെ കുട്ടികൾക്ക് ടേക്കപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവർ ഫാം സെറ്റപ്പ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മളൊരു ഡെയിലി റൊട്ടീൻ ഷീറ്റ് നമ്മൾ ഉണ്ടാക്കി. എല്ലാ ദിവസവും ചെയ്യേണ്ട വർക്കുകൾ ഏതൊക്കെയാണ്, മനീഷയ്ക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ഈ ഇതിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. ട്രെയിനിങ് കഴിഞ്ഞ് ഒരു 2 മാസത്തിനുള്ളിൽ ഒരു 10 മുയലിൻ്റെ ഒരു യൂണിറ്റ് ഇവരുടെ പഴയ തൊഴുത്ത് റിനോവേറ്റ് ചെയ്ത് അവിടെ ഉണ്ടാക്കിയെടുത്തു. ഈ യൂണിറ്റിനെ അതിനുശേഷം മനീഷയ്ക്ക് കിട്ടിയ എക്സ്പോഷറിൻ്റെയും പിന്നെ അവൾ ചെയ്യുന്ന ബാക്കി വർക്കിൻ്റെയും ബേസിസിൽ അത് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുകയായിരുന്നു ചെയ്തത്. അന്നേരം മനീഷയ്ക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് രാവിലെ ഫീഡിങ്, വെള്ളം കൊടുക്കുന്ന രീതി എല്ലാം ഏറ്റവും ഈസിയസ്റ്റായിട്ട് മനീഷയ്ക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മനീഷയും കൊണ്ട് ചെയ്യിപ്പിച്ചു. ബാക്കി റെക്കോർഡ് കീപ്പിങ്, അങ്ങനത്തെ ഇച്ചിരൂടെ കണക്കുകളൊക്കെ എടുക്കുന്ന കാര്യങ്ങൾ, ബ്രീഡിങ്, ഇതൊക്കെ മനീഷയുടെ അമ്മയുടെ സഹായത്തോടു കൂടി ചെയ്യിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പം അതൊരു ഒരു വർഷം കഴിഞ്ഞു. ഇപ്പം ഫാം സ്റ്റാർട്ട് ചെയ്തിട്ട് 2014 ഫെബ്രുവരിയിലാണ് എൻ്റെ അറിവിൽ ഫാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇപ്പം 2016 ആകുന്നു. അന്നേരം ഫാം വളരെ നല്ല രീതിയിൽ പോകുന്നു. അത് ഫാമിൻ്റെ ഫിനാൻഷ്യൽ ഒരു സക്സസിനെക്കാട്ടിൽ ഉപരി മനീഷയിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റങ്ങളാണ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. നല്ല ട്രെയിനിങ് ആയിരുന്നു. ഇടയ്ക്ക് ട്രെയിനിങ്ങും കൂട്ടുകൂടാനും ഒക്കെ ആൾക്കാരുണ്ടായിരുന്നു. ട്രെയിനിങ്ങിൽ കൂടിയാണ് മുയലിനെ വളർത്താൻ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ച്. ഇപ്പം എത്ര മുയലുണ്ട്? 100 കൂടുതലുണ്ട്. 100 കൂടുതലുണ്ട്. മുയലിനുള്ള തീറ്റയാണ് പെല്ലറ്റ്. ചെറിയ മുയലിന് 60 ഗ്രാമും വലിയ മുയലിന് 100 ഗ്രാമുമാണ്. ഇത് കാൽസ്യം സപ്ലിമെൻ്റ് ആണ്. ഇത് മുയലുകൾക്ക് ആരോഗ്യത്തിന് കൊടുക്കുന്നതാണ്. മണിക്കൂറും വെള്ളം ആവശ്യമാണ് മുയലിന്. വെള്ളം ആവശ്യമാണ്. ബ്രീഡിംഗ് നിപ്പിളിനകത്തൂടെയാണ് വെള്ളം കൊടുക്കുന്നത്. നിപ്പിൾ ഉപയോഗിച്ച് വെള്ളം കുടിക്കുന്നതുകൊണ്ട് വെള്ളം വേസ്റ്റ് ആകത്തില്ല. ഒട്ടും വേസ്റ്റ് ആകത്തില്ല.
ഇത് എൻ്റെ ബീഡിംഗ് ഫാം, മുയൽ ബീഡിംഗ് ഫാമാണ്. മുയലിനെ 2 വിധത്തിനും വളർത്താം. ഒന്ന് ഇറച്ചിക്കായിട്ടും ഒന്ന് കുഞ്ഞുങ്ങളെ വിൽക്കാനായിട്ടും. ഞങ്ങൾ കുഞ്ഞുങ്ങളെയാണ് വിൽക്കുന്നത്. ഇറച്ചി മുയലാണെങ്കിൽ 4 മാസം 3.5 കിലോ ആവും. 3.5 കിലോ ആവും. കുഞ്ഞുങ്ങളെ ആണെങ്കിൽ 1.5 മാസം കഴിഞ്ഞിട്ടാണ് വിൽക്കുന്നത്. കിലോയ്ക്ക് 400 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. നല്ല ലാഭമുള്ള ബിസിനസ്സാണ്. ചിലവ് കഴിഞ്ഞാണെങ്കിൽ 20,000 രൂപ കിട്ടുന്നുണ്ട് ഫുള്ള്. ഫിലിപ്പിന്റെയും KVKയുടെയും പ്രതീക്ഷകളെ കടത്തിവെട്ടി മനീഷയുടെ ഫാം വളർന്നു. ന്യൂസിലാൻഡ് വൈറ്റ്, സോവിയറ്റ് ചിൽച്ചില, ഗ്രേ ജെയിന്റ് ഇനങ്ങളിൽപ്പെട്ട 140 മുയലുകളുള്ള സാമാന്യം വലിയ ഫാമിന്റെ നടത്തിപ്പുകാരിയാണ് ഇന്ന് മനീഷ. മാസം 20,000 രൂപ ലാഭമുണ്ടാക്കുന്ന ഒരു സംരംഭത്തിന്റെ ഉടമ. മുയൽ ഫാമിന്റെ നടത്തിപ്പ് അത്ര എളുപ്പമുള്ളതല്ല. പരിപാലനം ശാസ്ത്രീയമല്ലെങ്കിൽ സംരംഭം പാളും. പിതാവ് ഫിലിപ്പ്, മാതാവ് ലളിത, മദ്രാസിൽ താമസിക്കുന്ന സഹോദരൻ മനു എന്നിവരെല്ലാം മനീഷയ്ക്കൊപ്പം മുയൽ വളർത്തലിൽ ശാസ്ത്രീയ പരിശീലനം നേടി. ഓരോ ഘട്ടത്തിലും മനീഷയ്ക്ക് സഹായവും നിർദ്ദേശങ്ങളുമായി അവർ ഒപ്പം നിന്നു. മനീഷ ഭിന്നശേഷിയുള്ള ഒരു പെൺകുട്ടിയാണ്. എന്നാൽ ഇപ്പോൾ മനീഷ കാര്യപ്രാപ്തിയുള്ള ഒരു പെൺകുട്ടിയായിട്ട് മാറി. അതിൻ്റെ പിന്നിൽ മനീഷയുടെ കുടുംബമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ളതായ കുട്ടികൾക്ക് വേണ്ടുന്നതായിട്ടുള്ള പിന്തുണ ഭവനത്തിൽ നിന്ന് ലഭിക്കാത്തതുകൊണ്ടാണ് അവർക്ക് മനീഷയെപ്പോലെ ആയിത്തീരുവാനായിട്ട് സാധിക്കാതെ പോകുന്നത്. ഇപ്പോൾ മനീഷ ഇത്തരത്തിൽ കാര്യപ്രാപ്തിയുള്ള ഒരു പെൺകുട്ടിയായിട്ട് വളർന്ന് വന്നിരിക്കുമ്പോൾ അവളുടെ മാതാപിതാക്കളായ ഫിലിപ്പും അതുപോലെ ലളിത ടീച്ചറും നമുക്കെല്ലാവർക്കും മാതൃകയുള്ള ഒരു കുടുംബമായിട്ട് മാറി. മനീഷയുടെ ആത്മീയ ഗുരുവും ഇടവക വികാരിയുമായ ഫാദർ തോമസ് ജോൺ തിരക്കുകൾ മാറ്റിവെച്ച് മനീഷയെ കാണുവാൻ വരികയും പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യുന്നു. ഒരിടവക വികാരിയുടെ കടമ സ്തുത്യർഹമായി നിർവഹിക്കുന്ന ഫാദർ ഇടവകയുടെയും നാടിൻ്റെയും അഭിമാനമായാണ് മനീഷയെ കാണുന്നത്. മുയൽ കൃഷി ലാഭകരമായ ഒരു ബിസിനസ്സാക്കുവാൻ കൃഷി വിജ്ഞാന കേന്ദ്രവും ചെങ്ങന്നൂർ ഹാച്ചറിയും മനീഷയ്ക്ക് തുണയേകുന്നു. ഇവർ മുഖേന എത്തുന്നവർ കൂടാതെ ഒട്ടേറെ സ്ഥിരം ഉപഭോക്താക്കളുമുണ്ട്. പണത്തിന്റെ മൂല്യം മനീഷയ്ക്ക് അറിയില്ലെങ്കിലും കുടുംബത്തിനു വേണ്ടി താനും സമ്പാദിക്കുന്നുണ്ടെന്ന തിരിച്ചറിവ് അവൾക്കുണ്ട്. അതവളെ കൂടുതൽ ആത്മവിശ്വാസവും ഉത്തരവാദിത്വവുമുള്ള വ്യക്തിയായി വളർത്തിയിരിക്കുന്നു. വെൽക്കം. അധ്യാപികയായിരുന്നു അമ്മ. അമ്മയുടെ ശ്രദ്ധയും സ്നേഹവും ക്ഷമയും വ്യക്തിത്വ വികസനത്തിൽ മനീഷയിൽ സ്വാധീനം ചെലുത്തി. പോരായ്മയുള്ള കുട്ടിയെന്ന തോന്നൽ മനീഷയിൽ ഉളവാക്കാതെ
എല്ലാവർക്കും സന്തോഷം പകരുന്ന ഒരു മാലാഖയായി മനീഷ മാറിയപ്പോൾ അപ്പനും അമ്മയും ആങ്ങളെയും അടങ്ങുന്ന കൊച്ചു കുടുംബം ഇന്ന് സന്തോഷം നിറഞ്ഞതാണ്. ഹായ് അമ്മാവന്മാരെ. മനീഷയുടെ കൂട്ടുകാർ അയൽ വീടുകളിലെ ആന്റിമാരാണ്. കിട്ടുന്ന സമയത്തെല്ലാം മനീഷ അവരുടെ വീടുകളിലെത്തും, സൗഹൃദം കാത്തുസൂക്ഷിക്കും. ആ സ്നേഹത്തിന്റെ മുൻപിൽ ആ അമ്മമാർ മനീഷയെ നെഞ്ചോട് ചേർക്കുന്ന കാഴ്ച ആഹ്ലാദകരം തന്നെ. കാരണം മനീഷയുടെ നിഷ്കളങ്ക സ്നേഹം പോലെ മറ്റൊരു സ്നേഹം എവിടെ കിട്ടും? മനീഷയുടെ വീടും ഫാമും ഇടയ്ക്കിടെ സന്ദർശിക്കുക, അവളെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക എന്നത് തങ്ങളുടെ കടമയാണെന്ന ചിന്ത അവരെ ഈ വീട്ടിലെത്തിക്കുന്നു. കാരണം മനീഷ പോരായ്മയുള്ളവളാണ്. ക്രിസ്തു സ്നേഹിച്ചത് പോരായ്മയുള്ളവരെയായിരുന്നു. ആ ക്രിസ്തു സ്നേഹം പ്രകടിപ്പിക്കുകയാണ് ഈ അയൽവാസികൾ. മുയൽ ഫാം വിജയമാണെന്ന് മനസ്സിലാക്കിയ മനീഷയുടെ മാതാപിതാക്കൾ ഒരു ചെറിയ യൂണിറ്റ് കോഴികളെ കൂടി മുയൽ ഫാമിനോട് കൂട്ടിച്ചേർത്തു. കോഴികളും മനീഷയുടെ കൂട്ടുകാരികളായി മാറുന്ന കാഴ്ചയാണിത്. മുയലിനെ വളർത്തി ഒരുപാട് ലാഭം ഉണ്ടാക്കി. അപ്പോഴാണ് കോഴിയും കൂടെ വളർത്താമെന്ന് തീരുമാനിച്ചു. ഡാഡിയോടും അമ്മയോടും മമ്മിയോടും പറഞ്ഞപ്പോഴാണ് ഇവർ മേടിച്ചു തന്നത്. ഹൈബ്രിഡ് കോഴികളാണ്. ഒരു വർഷം 300 മുട്ട ഇടും. ഒരു കൂട്ടിൽ 25 കോഴിയുണ്ട്. ഒരു ദിവസം 15 മുട്ട കിട്ടും. പിന്നെ കോഴിക്ക് വലിയ ഇഷ്ടമാണ്. തീറ്റകൾ ഞാനാണ് ഇട്ട് കൊടുക്കുന്നത്. കണ്ടോ, ഇന്ന് കിട്ടിയ മുട്ടകളാണ്. ഈ കോഴിക്കെല്ലാം പേരിട്ടിട്ടുണ്ടേ. ചിക്കു, ചിഞ്ചു, അമ്മു, അപ്പു. ചിക്കു തീറ്റ വേണോ? വഴക്കുണ്ടാക്കാതെ തിന്നണേ. വഴക്കുണ്ടാക്കല്ലേ, പ്രശ്നം ഉണ്ടാക്കല്ലേ. ഒരു മുട്ടയ്ക്ക് 5 രൂപ വെച്ച് കിട്ടും. ചിലവ് 4 രൂപയും കൊണ്ട് വരും. ഞാൻ കൊടുക്കത്തില്ല. 5 രൂപയും കൊണ്ട് വരുന്നവർക്കാണ് പ്രാധാന്യം. മാർക്കറ്റിൽ ഒരു മുട്ടയ്ക്ക് 5 രൂപയും 6 രൂപയും വെച്ച് ഉണ്ട്. പിന്നെന്തിനാ ഞാൻ 4 രൂപയ്ക്ക് കൊടുക്കുന്നത്? കൊടുക്കത്തില്ല. ചെറിയ ലാഭം എനിക്ക് കിട്ടട്ടെ ഇങ്ങോട്ട്. ഞാൻ പാവങ്ങളെ സഹായിക്കും. ഹായ്. നീണ്ട രോമമുള്ള വില കൂടിയ അങ്കോറ ഇനത്തിൽപ്പെട്ട മുയലുകളാണിത്. മനീഷയ്ക്ക് ഏറ്റവും പ്രിയങ്കരമായ ഈ മുയലിന് മനീഷ ഇട്ടിരിക്കുന്ന പേരാണ് കൺമഷി. കൺമഷി ഇട്ട പോലെ മനോഹരമായ കണ്ണുകളുള്ള ഈ മുയലിന് 1500 രൂപയാണ് വില. ഒരു മുയലിന് 1500 രൂപ കിട്ടും. നല്ല വരുമാനമാണ് എനിക്ക് കിട്ടുന്നത്. ഇതിൻ്റെ അമ്മയാണ് കൂട്ടിക്കിടക്കുന്നത്. ഇതിൻ്റെ അമ്മയാണ് കൺമഷി. മനീഷ മോളുടെ കുടുംബം ഞങ്ങളും ഒരു കുടുംബം പോലെ കഴിയുന്നവരാണ്. അവളുടെ ജനനം മുതൽ ഈ നിമിഷം വരെ ഞങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കുടുംബവും ഒരു മകളുമാണ്. ആദ്യമൊക്കെ ഞങ്ങളുടെ പ്രദേശത്തുള്ളവർക്ക് ഞങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഞങ്ങളുടെ മനസ്സിൽ ഭീതി ജനിപ്പിച്ചിരുന്നു. കാരണം ഇങ്ങനെ ഒരു കുട്ടിയെ എങ്ങനെ വളർത്തിയെടുക്കാൻ കഴിയും എന്നുള്ള ആ ഒരു അങ്കലാപ്പിലായിരുന്നു ഞങ്ങളെല്ലാവരും തന്നെ. എന്നാൽ അവരുടെ പേരൻസിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട്, അധ്വാനത്തിൻ്റെ ഫലമായിട്ട്, കരുതലിൻ്റെ ഭാഗമായിട്ട്, സ്നേഹത്തിൻ്റെ ഫലമായിട്ട്
ഒക്കെ ഇന്ന് അവളൊരു ദേശീയ തലത്തിൽ രാഷ്ട്രപതിയുടെ അവാർഡ് ജേതാവായി മാറിയതിൽ ഞങ്ങളെല്ലാവരും തന്നെ അഭിമാനിക്കുകയാണ്. മനീഷയുടെ ജീവിത വിജയത്തിന് പൊൻതിളക്കം നൽകിക്കൊണ്ട് രാജ്യത്തെ ഭിന്നശേഷിയുള്ളവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല തൊഴിൽ സംരംഭത്തിനുള്ള ദേശീയ പുരസ്കാരം കേരളത്തിൽ നിന്നുള്ള മനീഷ സൂസൻ ആദ്യമായി കരസ്ഥമാക്കിയത് മനീഷയുടെയും അവളുടെ മാതാപിതാക്കളുടെയും അവൾക്ക് പരിശീലനം കൊടുത്ത സ്കൂൾ അധികൃതരുടെയും കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെയും അഭിമാന വിജയമായി മാറി. പോരായ്മകളുടെ നടുവിൽ പിറന്നുവീണ മനീഷ സൂസന്റെ ജീവിത വിജയം ഇന്ത്യയിലെ മാധ്യമങ്ങൾ അമിത പ്രാധാന്യത്തോടെയാണ് പ്രസിദ്ധീകരിച്ചത്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും തമിഴിലും മനീഷയെ പ്രകീർത്തിച്ചുകൊണ്ട് ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. വളരെ അത്ഭുതത്തോടെയാണ് മനീഷയെ അനേകായിരങ്ങൾ വായിച്ചറിഞ്ഞത്. നിശ്ചയദാർഢ്യത്തിൻ്റെ, കഠിനാധ്വാനത്തിൻ്റെ വിജയഗാഥ അനേകർക്ക് പ്രചോദനമായി. ചെറുകോൽപ്പുഴ നിവാസികൾ അത്യാഹ്ലാദത്തിലാണ്. മനീഷ സൂസനിലൂടെ ഞങ്ങളുടെ നാട് ഇന്നറിയപ്പെടുന്നു. നാടൊട്ടുക്ക് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മനീഷ സൂസൻ ശരിക്കും കുഴഞ്ഞുപോയി. മനീഷ 10 വർഷം പഠിച്ച പത്തനംതിട്ടയിലെ ബഥനി ശാന്തിഭവൻ ബോർഡിംഗ് സ്കൂൾ. മനീഷ സൂസൻ എന്ന തങ്ങളുടെ പൊന്നോമന മകൾ ഇതാ ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങി തങ്ങളെ കാണുവാൻ എത്തിച്ചേരുന്നു. തന്നെ സ്നേഹിച്ച് ലാളിച്ച് കഷ്ടപ്പെട്ട് പരിശീലനം തന്ന സിസ്റ്റേഴ്സും അധ്യാപികമാരും സഹപാഠികളും. സ്നേഹം കൊണ്ട് അവൾ വീർപ്പുമുട്ടി. മക്കളെ, ഇന്ന് നമ്മുടെ സന്തോഷത്തിൻ്റെ വലിയ സുദിനമാണ്. നമുക്കിന്ന് നമ്മുടെ കൂടെ ഇരുന്ന് പഠിച്ച് നമ്മുടെ കൂടെയായിരുന്ന മനീഷ ഇന്ന് ദേശീയ അവാർഡിന് അർഹയായിരിക്കുകയാണ്. നമ്മളിവിടെ പഠിക്കുന്നത് പോലെ സ്വയം തൊഴിൽ സംരംഭകർക്കുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അവാർഡാണ് നമ്മുടെ മനീഷയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അതിനാൽ നമുക്കെല്ലാം ഇന്ന് വളരെ സന്തോഷത്തിൻ്റെ സുദിനമാണ്. ഇപ്പോൾ മനീഷയെ അവരുടെ സ്വയം തൊഴിലിനായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ മാതാപിതാക്കളായ ബഹുമാനപ്പെട്ട സൈമൺ സാറും ലളിത ടീച്ചറുമാണ്. അവരുടെ അക്ഷീണമായ പ്രയത്നം ആണ് ഇന്ന് മനീഷയെ ഈ ഒരു അവാർഡിന് അർഹയാക്കിയിരിക്കുന്നത്. മനീഷയെ ഒരു ചിട്ടയായിട്ട് അവൾക്കുള്ള ട്രെയിനിങ് കൊടുക്കുവാനും അവളെ ഇത്രത്തോളം ഒരു അവാർഡിന് അർഹയാക്കുവാനും അവർ അത്രത്തോളം കഠിനാധ്വാനം ചെയ്ത മാതാപിതാക്കളെ ഞാൻ ഏറെ അധികമായിട്ട് അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ നിസ്തുലമായ സാധാരണഗതിയിൽ ഇത്തരത്തിലുണ്ടാകുന്നതായ കുഞ്ഞുങ്ങളെ സാധാരണ വീടുകളിൽ സൂക്ഷിക്കുവാനായിട്ടാണ് പലപ്പോഴും മാതാപിതാക്കൾ ശ്രമിക്കാറ്. കാരണം അവരെ പൊതുരംഗത്തേക്ക് ഇറക്കിക്കൊണ്ട് വരിക, അവരുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് അവരെ മുന്നോട്ട് നയിക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ സൈമൺ സാറിനെ സംബന്ധിച്ചിടത്തോളം സൈമൺ സാറ് മനീഷയെ കൂടെ നടത്തിക്കൊണ്ട് അവൾ എന്തെല്ലാം ചേഷ്ടകൾ കാണിച്ചാലും അതെല്ലാം സഹിച്ചുകൊണ്ട് അവളുടെ മുന്നോട്ടുള്ളതായ അവളുടെ പ്രയാണത്തിൽ അവളെ ഏറ്റവും അധികം സഹായിച്ചുകൊണ്ടിരിക്കുന്ന സൈമൺ സാറിന് ഞങ്ങളുടെ എല്ലാവരുടെയും നാമത്തിലുള്ള പ്രത്യേക അഭിനന്ദനങ്ങൾ ഞങ്ങൾ അർപ്പിക്കുകയാണ്. 10 വർഷം ഇവിടെ പഠിച്ച്
നമ്മളോടൊപ്പം ആയിരുന്ന് നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങളിലും ആയിരുന്ന് ഇവിടെ ട്രെയിനിങ്ങിലായിരുന്നതായ മനീഷ സൂസന്, നാഷണൽ അവാർഡിന് അർഹയായ മനീഷ സൂസന് ഏറ്റവും സന്തോഷത്തോടെ നമ്മുടെ ഈ സ്കൂളിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ആശംസിക്കുന്നു. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് എൻ്റെ മരണശേഷം അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ മരണശേഷം ഈ കുട്ടിയെ ആര് നോക്കും എന്നുള്ളതാണ്. എനിക്ക് എൻ്റെ മകൻ ഇവനെ നോക്കും എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ പോലും എൻ്റെ മകൻ്റെയും എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസാണ് എൻ്റെ മകളെങ്കിൽ എൻ്റെ മകൻ്റെ സെക്കൻഡ് പ്രിഫറൻസേ ആകുന്നുള്ളൂ. കാരണം അവൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് അവൻ്റെ മകളും അവൻ്റെ ഭാര്യയുമാകുകയും രണ്ടാം പ്രിഫറൻസായിട്ട് എൻ്റെ മകൾ വരികയും ചെയ്യും. പക്ഷേ അങ്ങനെ വരുമ്പോൾ പോലും ജീവിതത്തിൽ നിന്നും പുറന്തള്ളപ്പെടാതെ മുഖ്യധാരയിൽ തന്നെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ തന്നെ നിർത്തുവാൻ കഴിയുന്ന വരുമാനം അവർക്കുണ്ടാകണം എന്നുള്ളതുകൊണ്ട് ഇത്തരം കുട്ടികളെ ആ മേഖലയിലേക്ക് തിരിച്ചുവിടുവാനുള്ള ശ്രമമാണ് സംഘടനാപരമായി ഞങ്ങൾ ഏറ്റെടുത്തത്. ഞങ്ങളിപ്പം ഞങ്ങൾ മാതാപിതാക്കൾ ചെയ്യുന്ന സേവനം എന്നുള്ളതിൽ ഞങ്ങൾ വലിയ മഹത്തായ കാര്യങ്ങളൊന്നും ചെയ്തില്ല. അവൾ ഭിന്നശേഷിയുള്ള ഒരു കുട്ടിയാണെന്നുള്ള നിലയിൽ ഞങ്ങൾ അവളോട് പെരുമാറിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സമൂഹത്തിൻ്റെ മുമ്പിൽ ഇവളെ ഒഴിവാക്കി നിർത്തുന്ന ഒരു പരിപാടിയിലും ഞങ്ങൾ പോയിട്ടില്ല. അങ്ങനെ ആരെങ്കിലും നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പരിപാടിക്ക് ഞങ്ങൾ കൂടി ഒഴിവാകുകയും ഞങ്ങൾ എവിടെ പോകുന്നോ ഏതെങ്കിലും എനിക്ക് ധാരാളം സ്റ്റേജുകളിൽ പോയി സംസാരിക്കേണ്ട അവസരം ഉണ്ടായിട്ടുണ്ട്. ആ സ്റ്റേജുകളിൽ പോലും ഞാൻ ഇവളെ കൂടെ കൊണ്ടുപോവുകയും ലോകത്തിനു മുമ്പിൽ ഇവൾ ഭിന്നശേഷിയുള്ളവളാണ് എന്ന് കാണിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു അഭിമാനക്കുറവും തോന്നിയിട്ടില്ല. മുമ്പേ ആദ്യം ഞാൻ സൂചിപ്പിച്ച യേശുക്രിസ്തുവിൻ്റെ വചനം പോലെ ഇത് എൻ്റെ കുഴപ്പം കൊണ്ടുണ്ടായതല്ല എന്നിരിക്കെ ഞാൻ അതിനെക്കുറിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല. ദൈവത്തിൻ്റെ ഹിതമാണ് എനിക്കിങ്ങനൊരു കുട്ടി ഉണ്ടാകേണ്ടത് എങ്കിൽ എനിക്കതിനെ ഒരിക്കൽ പോലും മാറ്റിമറിക്കാൻ ഒക്കില്ല. ഈ കുട്ടി എനിക്ക് വേണ്ടായിരുന്നു എന്ന് എനിക്ക് പറയാൻ ഒക്കില്ല. അപ്പോൾ സന്തോഷത്തോടുകൂടി ദൈവം തന്നത് ഏറ്റുവാങ്ങുകയും നമ്മളാൽ കഴിയുന്ന പരമാവധി ഈ കരുതലും സ്നേഹവും അവർക്ക് നൽകുകയുമാണ് രക്ഷകർത്താക്കൾ എന്നുള്ളതിൽ നമ്മൾ ചെയ്യാൻ കഴിയുക. ഇവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് കിട്ടുവാൻ, ഇവർക്ക് സമൂഹത്തിൽ അവരുടേതായിട്ടുള്ള സ്ഥാനം ഉറപ്പിക്കുവാൻ വേണ്ട ഒത്താശകൾ ആദ്യം തന്നെ കുടുംബത്തിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. കുടുംബത്തിൽ പ്രത്യേകിച്ചും മാതാപിതാക്കളുടെ കയ്യിൽ നിന്നുമാണ് ആദ്യം ഉണ്ടാകേണ്ടത്. അതുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഭിന്നശേഷി എന്ന് പറഞ്ഞ് ഇവരെ വേർതിരിച്ച് നിർത്തേണ്ട ആവശ്യമില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. മനീഷയ്ക്ക് ദുഃഖമുണ്ടോ? അവൾ ഏകാന്തതയിൽ ചിന്തിക്കുന്നതെന്തായിരിക്കും? ഏകാന്തതയിൽ അവളുടെ കണ്ണുകൾ നനയുന്നുണ്ടോ? ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ, സഹനങ്ങൾ കൃപകളാക്കാൻ യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ, സഹനങ്ങൾ കൃപകളാക്കാൻ യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ. ഉയർത്തെന്ന യേശു എൻ്റെ കൂടെ ഉണ്ട്, യേശു അപ്പച്ചൻ എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് ധൈര്യമുണ്ട്. തമ്പുരാൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്, പൂർണ്ണ ഉറപ്പാണ്. ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ദൈവം എൻ്റെ അടക്ക വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. പ്രാർത്ഥിച്ചവൻ കൂടെയുണ്ട്, നിനക്കായി ഗത്സമനിൽ
സഹനങ്ങൾ കൃപകളാക്കാൻ യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ. എൻ്റെ അടുത്ത് ഓരോരുത്തർ വരുമായിരുന്നു, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് വരുമായിരുന്നു. അപ്പം അവർക്ക് വേണ്ടി ഞാൻ മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എന്ത് രോഗമായിട്ട് വന്നാലും അവരുടെ രോഗം എല്ലാം മാറും, പെട്ടെന്ന് മാറുന്ന രോഗികളാണെങ്കിൽ അവർ സൗഖ്യമാകും. ഞാൻ പ്രാർത്ഥിച്ച അച്ചട്ട അവർ പ്രാർത്ഥിക്കാൻ നമ്മളോട് പറയുമ്പോൾ നമ്മൾ മധ്യസ്ഥം വെച്ച് എൻ്റെ യേശുവേ അവർക്ക് മക്കളില്ലാത്തവർ വരുന്നുണ്ട്, അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കണേ, കുഞ്ഞുങ്ങളെ നല്ലതായിട്ട് കൊടുക്കണേ, ദൈവമേ കുഞ്ഞുങ്ങളുണ്ടാകണേ. ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ആൻറ്റിക്കൊരു കുഞ്ഞുണ്ടായി. അത് വന്നായിരുന്നു, കാണിക്കാൻ കൊണ്ടുവന്നായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു തരില്ലയോ, അതുപോലെ സംഭവിച്ചു. അതുപോലെ തന്നെ സംഭവിച്ചു. യേശുപ്പച്ച കാത്തോണേ, എനിക്ക് വഴി തുറക്കണേ ദൈവമേ. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ദൈവം വഴി തുറക്കണം. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. സഹനങ്ങൾ കൃപകളാക്കാൻ യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ. പിന്നെ യേശോപ്പച്ചൻ മരിച്ച കുരിശാണ്. 3-ാം ദിവസം യേശോപ്പച്ചൻ എന്നെ ഉയർത്തെന്നേച്ചു. ഞാൻ വേദപാഠമൊക്കെ പഠിച്ചിട്ടുണ്ടേ. ജീവിതത്തിൽ നാഥനായി യേശുവിനെ സ്വീകരിക്കൂ. ജീവിതത്തിൽ നാഥനായി യേശുവിനെ സ്വീകരിക്കൂ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. സഹനങ്ങൾ കൃപകളാക്കാൻ യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. എല്ലാവരും പറഞ്ഞു ഞാൻ ദുഃഖപുത്രിയാണ്. ഞാൻ ദുഃഖപുത്രിയല്ല, ഞാൻ സന്തോഷപുത്രിയാണ്. എൻ്റെ അമ്മയും അപ്പനും കഷ്ടപ്പെട്ട് സ്നേഹിച്ച് വളർത്തുന്നത് ദുഃഖപുത്രിയാകാനല്ല, സ്നേഹപുത്രി ആകാനാണ്. ചക്രവാളം ചുവന്നു തുടുക്കുന്നു. ഇരുട്ടു പരക്കുവാൻ വെമ്പുമ്പോഴും മനീഷയുടെ മാതാപിതാക്കൾ പ്രതീക്ഷാ നിർഭരരാണ്. ഈ ഇരുൾ മാറും. നാളെ കൂടുതൽ പ്രഭ ചൊരിയപ്പെടും. കത്തിജ്വലിക്കേണ്ടവരാണ് നാം. ഇരുട്ടിൽ തപ്പിത്തടയരുത്. പ്രകാശത്തിൻ്റെ ദേവൻ നമ്മുടെ കൂടെയുള്ളപ്പോൾ നാം ഇരുളിനെ എന്തിന് ഭയപ്പെടണം? ഉണരുക. നമ്മുടെ കുടുംബത്തിനായി ഉണരുക. ദേശത്തിനായി ഉണരുക. രാജ്യത്തിനായി. ജയ് ഹിന്ദ്.